തെരഞ്ഞെടുപ്പ് നടപടികൾക്കെതിരെ രാഹുൽ ഉന്നയിച്ച ആരോപണങ്ങൾ പൊളിയുന്നു. മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പിൽ അട്ടിമറി നടന്നു എന്ന ആരോപണത്തിൽ CSDS കോ ഡയറക്ടർ മാപ്പ് പറഞ്ഞു. വിവരശേഖരണത്തിൽ പിഴവ് പറ്റിയതായും വെളിപ്പെടുത്തൽ. CSDS കണക്കുകൾ അടിസ്ഥാനമാക്കിയായിരുന്നു മഹാരാഷ്ട്രയിൽ ക്രമക്കേട് നടന്നുവെന്ന് രാഹുൽ ആരോപിച്ചത്. മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പ് നടപടികളിൽ ക്രമക്കേട് നടന്നുവെന്ന ആരോപണത്തിന് പ്രതിപക്ഷ നേതാവ് രാഹുൽ ചൂണ്ടിക്കാട്ടിയത് സെന്റർ ഫോർ ദ സ്റ്റഡീസ് ഓഫ് ഡെവലപ്പിംഗ് സൊസൈറ്റീസിന്റെ കണക്കുകളായിരുന്നു. എന്നാൽ കണക്കുകൾ മുഴുവൻ തെറ്റാണെന്നും നിരുപാധികം മാപ്പ് ചോദിക്കുന്നതായും CSDS കോ ഡയറക്ടർ സഞ്ജയ് കുമാർ ഔദ്യോഗികമായി അറിയിച്ചു. 2024 ലോക്സഭാ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലെ വിവരങ്ങൾ താരതമ്യം ചെയ്തതിൽ പിഴവ് പറ്റി. അത് CSDSന്റെ ടീമിന്റെ ഭാഗത്തു വന്ന തെറ്റാണെന്നും വ്യാജ പ്രചാരണം നടത്താൻ ഉദ്ദേശിച്ചിരുന്നില്ല എന്നും സഞ്ജയ് കുമാർ വ്യക്തമാക്കി. ഇതുമായി ബന്ധപ്പെട്ട മുഴുവൻ പോസ്റ്റുകളും സമൂഹമാധ്യമങ്ങളിൽ നിന്ന് CSDS പിൻവലിച്ചു. ഇതേ CSDSന്റെ കണക്കുകൾ ഉദ്ധരിച്ചുകൊണ്ടായിരുന്നു മഹാരാഷ്ട്ര നിയമസഭാ ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിൽ വോട്ടിംഗ് ശതമാനത്തിലുണ്ടായ മാറ്റങ്ങളും ക്രമക്കേട് നടന്നുവെന്ന ആരോപണവും രാഹുൽ നടത്തിയത്. കണക്കുകൾ തെറ്റാണെന്ന് തെളിഞ്ഞ സാഹചര്യത്തിൽ രാഹുൽ രാജ്യത്തോട് മാപ്പ് പറയണമെന്ന് BJP ആവശ്യപ്പെട്ടു. അതേസമയം തെരഞ്ഞെടുപ്പ് നടപടികൾക്കെതിരെ ആരോപണമുന്നയിച്ച സംഭവങ്ങളിൽ രാഹുലിനെതിരെ ഡൽഹി പോലീസിൽ പരാതി ലഭിച്ചു. അഭിഭാഷകനായ വിനീത് ജിൻഡാലാണ് പരാതി നൽകിയത്. വ്യാജ പ്രചാരണത്തിലൂടെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ചുവെന്നാണ് പരാതി. ജനം, ഡൽഹി.